ഹലോ, വെൽക്കം ടു ആനൂസ് യമ്മി കിച്ചൺ. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സദ്യ സ്റ്റൈൽ കൂട്ടുകറി റെസിപ്പി കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ള അരക്കപ്പ് കടല ഒരു കുക്കറിലേക്കിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നല്ല എരിവുള്ള 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷറും കളഞ്ഞ് ഓപ്പൺ ചെയ്ത് കുക്കർ മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള അരക്കഷ്ണം ചേന, അരക്കഷ്ണം പച്ചക്കായ ഇവ രണ്ടും ചേർത്ത് കൊടുത്ത് അതിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കുകയും വേണം. നല്ല രീതിയിലൊന്ന് കുക്കാവുന്നത് വരെ ഇങ്ങനെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരക്കപ്പ് ചിരകിയെടുത്തിട്ടുള്ള നാളികേരവും 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സിയിൽ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. വേവിക്കാൻ വെച്ചിട്ടുള്ള കായയും ചേനയും ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് അതിൽ വെള്ളം വറ്റി നല്ല രീതിയിൽ കുക്കാവുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് വെള്ളവും വറ്റി നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല അത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കായയിലേക്കും ചേനയിലേക്കും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ കായയും ചേനയും കാണുമ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമുള്ളതല്ല. അത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഉടഞ്ഞു പോകുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നാളികേരത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കുറുകി ഒന്ന് കട്ടിയായി വരുന്ന വരെ മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സംഭവം കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്, അതാണ് ശർക്കര. അത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സിറപ്പായിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൊടിച്ചിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഏതാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചിട്ടാണ് യൂസ് ചെയ്യണത്. അത് ഒരു അച്ചിൻ്റെ ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നല്ല മധുരമുള്ള ശർക്കരയായിരുന്നു, അതുകൊണ്ട് ഇത് തന്നെ ഇതിലേക്ക് നല്ലൊരു മധുരം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മധുരത്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശർക്കര ആഡ് ചെയ്ത് കൊടുത്ത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലതുപോലെ കുറുകണ വരെ നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കട്ടിയായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിനെ അപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റാണ്. ഇതവിടെ ഇരുന്ന് ഒന്നും കൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റി കട്ടിയായി വരട്ടെ. ആ നേരം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അത് വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ, എന്നാലാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരമാണ് ആവശ്യമായിട്ടുള്ളത്. അതൊരു അരക്കപ്പിൻ്റെ അടുക്ക് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരത്തിൻ്റെ അളവ് എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നാളികേരം കൂടുന്തോറും കറിക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നാളികേരത്തിൻ്റെ അളവ് ഇത്തിരി കൂടുതൽ കൂട്ടിയെടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ സ്റ്റെപ്പും ചെയ്യാനായിട്ട്. നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവുകയും മേൽഭാഗത്ത് ഈ ഒരു കളർ തന്നെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. തീ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നാളികേരം കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഇത്തിരി കൂടി ഗോൾഡൻ കളറായതിന് ശേഷമാണ്, ഇത്തിരി കൂടി ഒന്ന് വറുത്ത് ഗോൾഡൻ കളറായതിന് ശേഷമാണ് നമുക്ക് ആ ഒരു സ്റ്റെപ്പ് വരുന്നത്. ഇതേ സമയം അപ്പുറത്തേക്ക് മാറ്റി വെച്ചിരുന്ന ആ ഒരു കായയുടെയും കടലയുടെയും ചേനയുടെയും കൂട്ട് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലെ മധുരത്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് ശർക്കര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതായത് ഇവിടെ നാളികേരം നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം വരുത്തണമെങ്കിൽ കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂട്ടിയിടാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കായയും ചേനയും കടലയുടെയും കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഉപ്പും മധുരമൊക്കെ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.